കേസ് അന്വേഷിച്ച ശ്രീ ജയപ്രകാശ്, SFI പറയുന്ന ഒരു വാദം 4 പ്രതികളെ SFI ആയിട്ടുള്ളൂ, ബാക്കിയുള്ള പ്രതികൾ SFIക്കാരാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിലൊരാൾ MSF ആണ് എന്നുള്ള വാദവും ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ ആ രൂപത്തിൽ അത് പരിശോധിച്ചിട്ടുണ്ടോ? SFI മാത്രം ശക്തമായി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്, പക്ഷേ എല്ലാ പ്രതികളും SFI അല്ല എന്നുള്ളതുകൊണ്ട് SFI അടച്ചാക്ഷേപിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പോലും SFI പ്രതിനിധി ഇല്ലാത്തത് ഇന്നലെ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നവർ അതിഥി നൽകിയിട്ടില്ല. അതെ, അവർ പറഞ്ഞത് ശരിയാ. 4 പേര് മാത്രമേ SFIയിൽ അവർക്ക് ആ രേഖയിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ 4 പേരും അവിടുത്തെ ഏറ്റവും വലിയ ഭാരവാഹികളായിപ്പോയി. അതാണ് അവർക്ക് പറ്റിയ തലവേദന. അവരിതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഊരി പോരാമായിരുന്നു. ഈ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെയുള്ള 4 പേരും അവരുടെ കഷ്ടകാലത്തിന് അവിടുത്തെ ഭാരവാഹികളായിപ്പോയി. ബാക്കിയുള്ളവരെല്ലാവരും SFI ആണ്. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു യൂണിയനേ ഉള്ളൂ, ഈ ഒറ്റ വേറെ യൂണിയൻ ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇതല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അവർ ചോദിക്കും, നിങ്ങൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ, ഇല്ലേ, അത് എവിടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് തന്നെ അവർ കയറി കളയുമായിരിക്കും, അവർ കത്തിച്ച് കളയായിരിക്കും. എന്ത് തെളിവുണ്ട്? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരി തന്നെ, അവരെ ഒരു ടീം തന്നെയാണ് ചെയ്തത്. ഈ 4 പേരെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഈ 4 പേരും അവരുടെ യൂണിയൻ്റെ ഏറ്റവും വലിയ ഭാരവാഹികളായിപ്പോയി. അതുകൊണ്ട് അതല്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ കഷ്ടകാലത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ വലിയ ത്യാഗം ചെയ്ത് 4 പേരെ സസ്പെൻഡ് ചെയ്ത് വളരെ ശക്തമായിട്ടൊരു നിലപാടെടുത്തു. ഇവിടെ വന്ന് അവരുടെ നേതാക്കൾ പറഞ്ഞു, ഒരു പാർട്ടി നോക്കില്ല, സിദ്ധാർത്ഥന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, ഏത് രീതിയിലും അവൻ്റെ നീതിക്ക് വേണ്ടി പോരാടും. അവർ പ്രസ്താവന ഇറക്കി. ഇവിടെ വന്ന് അവരുടെ നേതാക്കളും പറഞ്ഞു, ഓക്കെ, അങ്ങനെ പോരാടുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അവന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്യുകയോ, ഞാൻ സമരത്തിനോ തള്ളിവിടുന്നില്ല, അവൻ്റെ പേരിൽ നിങ്ങളൊരു പ്രക്ഷോഭമെങ്കിലും ഒരു പ്രകടനമെങ്കിലും നടത്തൂ. ശരി, അവന് നീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവരുടെ സംഘടനയ്ക്ക് ഒരു പ്രകടനമെങ്കിലും നടത്തുക. അതെന്താ നടത്താത്തത്? 4 പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെടുത്ത ഭയങ്കര തീരുമാനമാവും. ഇതാണ് അവർക്ക് സിദ്ധാർത്ഥന് വേണ്ടി ചെയ്ത ഏറ്റവും അവനും പാർട്ടി ഒന്നും നോക്കാതെ എടുത്ത തീരുമാനം. എനിക്ക് പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഞാനൊന്നും നോക്കുന്നില്ല, അവർ പറഞ്ഞുകൊണ്ട് മാത്രം പറയുക. എൻ്റെ മകന് വേണ്ട നീതി അത് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏത് യൂണിയൻ ആയിരുന്നാലും ആ ചെയ്ത യൂണിയന് വേണ്ടിയിട്ട്, യൂണിയനിലല്ല അവർക്കെതിരെ, അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിക്കെതിരെ, അവിടുത്തെ ഡീനിനെതിരെ, അവിടുത്തെ സ്ഥാപനത്തിനെതിരെ, വേണ്ടി വന്ന സ്ഥാപനത്തിനെതിരെയും ഞാൻ പൊരുതും. Debate with Smriti Parthikad.